ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെസിറെക്സിന്റെ കുറച്ച് അപ്ഡേറ്റ് ആണ്. നമ്മൾ ഏത് വീഡിയോ ചെയ്താലും അതിന്റെ താഴെ വെസിറെക്സിന്റെ അപ്ഡേറ്റ് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. ലൈക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യാതിരിക്കില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള റൂമേഴ്സും ഗോസിപ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് വെറുതെ ലൈക്ക് അതിന്റെ ക്രെഡിബിലിറ്റി കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും എല്ലാ അപ്ഡേറ്റ് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ചെയ്യാത്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ 2-3 ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട്, പ്ലസ് ഒരു കൺസേണിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത കൂടി ഉണ്ട്. അപ്പം അത് രണ്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സ്കീം ഓഫ് നമ്മുടെ ഈ പരിപാടി നോക്കുക, ഇവിടെ സ്കീം ടൈം ലൈൻ കാൽക്കുലേറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോർത്ത് ടൗൺ ഹാൾ എല്ലാം കഴിഞ്ഞു. ഇപ്പം റീസെന്റ് ഈ ഒരു സംഭവം ഡെവലപ്മെന്റ് ഓഫ് റീസ്ട്രക്ചറിങ് ആൻഡ് ക്രെഡിറ്റഡ് ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ സംഭവം ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ബ്ലോഗ് വന്നിരുന്നു. അപ്പം ഇതിനകത്ത് അവർ പറയണത് ഡിസംബർ 6-ാം തീയതി ഇവര് സിംഗപ്പൂർ കോർട്ടിലേക്ക് പ്രൊപ്പോസ്ഡ് സ്കീം ഓഫ് അറേഞ്ച്മെന്റിലേക്ക് പ്രൊപ്പോസ്ഡ് സ്കീം ഫയൽ ചെയ്തു എന്നുള്ളതാണ്. സോ വൺസ് ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് താനും. എല്ലാ ഫണ്ടും അല്ല, ലൈക്ക് കറന്റ് നമ്മുടെ റീബാലൻസിങ് കാൽക്കുലേറ്ററിനകത്ത് ഉണ്ടായിരുന്ന ഫണ്ട് പോലുള്ള എമൗണ്ട്, അതിന്റെ USD വാല്യൂ ഉള്ള ഫണ്ട് നമുക്ക് ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ കിട്ടാൻ തുടങ്ങും എന്നുള്ളൊരു വാർത്തയാണ്. വിച്ച് ഈസ് ആക്ച്വലി ഗുഡ് ന്യൂസ്. ഇവർ ഫയൽ ചെയ്തു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. സോ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചെങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അവിടെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇത് നല്ലൊരു ന്യൂസ് ആണെങ്കിലും അതിനകത്ത് വരുന്ന ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വിത്തിൻ 10 ബിസിനസ് ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ബിസിനസ് ദിവസത്തിനകം നമുക്ക് ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ എമൗണ്ടിൽ ഇനീഷ്യലായിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് വരുമെന്നാണ് പറഞ്ഞത്. കാരണം ഒറ്റയടിക്ക് ഇവർ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ എത്ര ബാലൻസ് നമുക്ക് കിട്ടാനുണ്ടോ അതിനകത്ത് കാണിക്കുന്ന എത്ര എമൗണ്ട് ഫുള്ള് കിട്ടില്ല, അതിനകത്ത് കാണിക്കുന്നുണ്ടോ റീബാലൻസിങ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ലിക്വിഡ് ആയിട്ട് എത്ര എമൗണ്ട് ഉണ്ട്, അത് ഇനീഷ്യൽ ആയിട്ടായിരിക്കും ഇവർ ചെയ്യുന്നുണ്ട്. അതായത് മേ ബി ഒരു മാസം കഴിഞ്ഞാൽ 2 വട്ടമോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ 3-4 വട്ടമായിട്ട് എങ്ങനെ വേണമെങ്കിലും ആയിരിക്കും. അത് അവർ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. INR-ന്റെ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ശതമാനം, പിന്നെ ഒരു 30%, അങ്ങനെയാണ് അവർ കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ഫയൽ ചെയ്തിട്ടുള്ള ഈ ഒരു സ്കീം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കപ്പം അത് സന്തോഷകരമായ വാർത്ത തന്നെയാണ്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഒറ്റ ടൈമിൽ കിട്ടില്ല, മെല്ലെ മെല്ലെ കിട്ടുന്നുണ്ടാവുള്ളൂ എന്നൊരു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേല് നമുക്കിപ്പം കാണിക്കുന്നത് നിങ്ങളുടെ ഇപ്പം എത്ര നിങ്ങൾക്ക് ബാലൻസ് കാണിക്കുന്നുണ്ടോ മേ ബി അത് കംപ്ലീറ്റ്ലി കിട്ടിക്കോളണമെന്നില്ല. കാരണം അതിനകത്ത് കുറച്ച് ലൈക്ക് അണ്ടർ ദ സ്കീം ദ നെറ്റ് അവൈലബിൾ ലിക്വിഡ് ഫണ്ട്സ് എന്തൊക്കെയാണ് ആഫ്റ്റർ അക്കൗണ്ടിങ് അമംഗ് അതേഴ്സ് പ്രൊഫഷണൽ ഫീസ് ആൻഡ് അതർ ഓപ്പറേഷണൽ കോസ്റ്റ് വിച്ച് കറന്റ്ലി റെപ്രസെന്റ് ഓവർ 100% ഓഫ് ലൈക്ക് USD. അതായത് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇവരുടെ ഫീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, മീൻസ് ഡിസ്ട്രിബ്യൂഷനുള്ള എമൗണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ലെവലിൽ കുറച്ചായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ സ്കീം അപ്രൂവ് ആയി കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വേറെ എന്താ വെച്ചാൽ ഏത് ടോക്കണിലാണ് കിട്ടുക, പല ആൾക്കാർക്കുമുള്ള കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇത് മൊത്തം USD ആയിട്ടായിരിക്കും, USDT ആയിട്ടായിരിക്കും കിട്ടുക, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ടോക്കണിൽ കിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അത് കൺഫ്യൂഷൻ ആണ്. മീൻസ് അവർ പറയുന്നത് നിങ്ങൾ ഏത് ടോക്കണിലാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ടോക്കണിൽ തന്നെയായിരിക്കും കിട്ടുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളിപ്പം 10 XRP വാങ്ങി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 18-ാം തീയതി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ $100 ആണ് വാല്യൂ എന്ന് വിചാരിക്കാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ $100 ആണ്. ആ $100 സ്നാപ്ഷോട്ടാണ് അവർ അന്ന് എടുത്തിട്ടുണ്ടാവുക. അന്ന് $100 നിങ്ങൾ XRPക്ക് $1 ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷൻ ആവുള്ളൂ. അപ്പം നിങ്ങൾക്ക് 100 XRP ഉണ്ട്. ജൂലൈ 18-ാം തീയതി XRPക്ക് $1 ആണെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ $100 XRP ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 XRP ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. പക്ഷെ ഇവര് സ്നാപ്ഷോട്ട് എടുത്തപ്പം USD വാല്യൂ ആണ് എടുത്തത്. അതായത് $100 വർത്ത് ഓഫ് അസറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഏത് ടോക്കൺ എന്നുള്ളതല്ല, എത്ര ടോക്കൺ വാല്യൂ ഉണ്ടെന്ന് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ XRP ഇപ്പൊ $2 ആണ്. സോ നിങ്ങൾക്ക് 50% തിരിച്ചു കിട്ടുന്ന പറഞ്ഞാൽ ആ ടോക്കൺ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 XRP തിരിച്ചു കിട്ടണം. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ XRP 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് $200 മേലെയാണ്. അപ്പം അത് ഉണ്ടാവില്ല. പകരം USD വാല്യൂല് നിങ്ങൾക്ക് ടോക്കണിന്റെ എമൗണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട ടോക്കണിന്റെ എമൗണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കണിന്റെ എമൗണ്ട്, നിങ്ങൾ ഒരു 100 ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതേ 100 ടോക്കൺ ആയിട്ടായിരിക്കില്ല കിട്ടുന്നുണ്ടാവുക. മറിച്ച് ആ ടോക്കണിന്റെ USD വാല്യൂ അന്ന് എന്തായിരുന്നു അതേപോലെ. അപ്പൊ നിങ്ങൾക്ക് എത്ര USD വാല്യൂ ഉണ്ടായിരുന്നു ജൂലൈ 18-ന് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു വെസിറെക്സിന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു
ഒരു XRP 2 XRPയുടെ ഒക്കെ കേസ് ടോക്കൺ ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മനസ്സിലാവും. അപ്പം അത് നിങ്ങളൊന്ന് കണക്കാക്കുക. അതായത് നിങ്ങളിൽ 100 ടോക്കൺ ആണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ 100 ടോക്കൺ ഇന്ന് നിങ്ങൾക്ക് കിട്ടില്ല. പകരം ആ 100 ടോക്കൺ അന്ന് വാല്യൂ $100 ആയിരുന്നെങ്കിൽ ഇന്നും നിങ്ങൾക്ക് ആ $100 പകുതി 50% തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ആ $100 പകുതി ആവാൻ, അത് 50% തിരിച്ചു കിട്ടുന്നത് ഇന്ന് എത്ര ടോക്കൺ വേണം എന്നുള്ളതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ടോക്കണിന്റെ നമ്പേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. ആ ജൂലൈ 12 ഉണ്ടായിരുന്ന കോൾ എമൗണ്ട് കറക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് ഈസ് നല്ല കാര്യമാണെന്ന് വെച്ചാൽ നല്ല കാര്യമല്ല. പക്ഷെ നമുക്ക് ഫണ്ട് ഒന്നും കിട്ടാത്തതിനേക്കാളും ഭേദം കുറച്ചെങ്കിലും ഫണ്ട് കിട്ടുക എന്നുള്ളത് വിച്ച് ഈസ് ഗുഡ് തിങ്. അത് നല്ലൊരു കാര്യം തന്നെയായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഓഫ് കോഴ്സ് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആകാൻ പോകണേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ജൂലൈ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ കുറച്ചെങ്കിലും ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ maybe you can if you're still in profit you can do that, maybe വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അത് എന്ത് വേണേൽ ചെയ്യാം. ബട്ട് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്നുകൂടി കാണുന്നത്. ഞാൻ പറയുമ്പം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതൊന്നും കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എഫിഷ്യന്റ് റിക്കവറി റോഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു ഉടായ്പ്, വെസിറെക്സ് എന്ന് പറഞ്ഞാൽ ഉടായ്പ് മൂലിങ്ങഞ്ഞി എന്ന് വേണേൽ നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കാതിരിക്കില്ലല്ലോ. സോ ആ ഒരു സംഭവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു ട്വീറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരൊരു 100 മീൻസ് ഏകദേശം ഒരു 12 മില്യൺ കേസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ മാറ്റി വെച്ചിരുന്നു. യൂസേഴ്സിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡെക്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഒരു 18 മില്യൺ ഞങ്ങൾക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വരികയാണ്. എക്സ്ട്രാ എടുക്കുക പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫണ്ടിൽ നിന്ന് വീണ്ടും എടുക്കുകയല്ല. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസേഴ്സിൽ നിന്ന് അന്ന് 12 മില്യൺ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നു റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി വരുന്ന ചെലവുകൾ, കേസൊക്കെ നടത്താൻ വേണ്ടി വരുന്ന ചെലവുകൾ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 100 കോടി 12 മില്യണോളം ഞങ്ങൾ എടുത്തു വെച്ചിരുന്നു. ആ ടോക്കൺ ഞങ്ങൾ എടുത്തു വെച്ച് ഞങ്ങൾ ക്രിപ്റ്റോ ആയിട്ട് USD ആയിട്ടുള്ള ഒരു ടോക്കൺ ആയിട്ടാണ്. അപ്പം ഞങ്ങളുടെ മാനേജ്മെന്റ്, അസറ്റ് മാനേജ്മെന്റ് ടീം എന്ത് ചെയ്തു വെച്ചാൽ അത് വലിയ രീതിയിലൊരു സ്ട്രാറ്റജിക് ട്രഷറി മാനേജ്മെന്റ് ഞങ്ങൾ ആ ഫണ്ട് വേറെ ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിപ്പം ഏകദേശം നല്ല വാല്യൂ കയറിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം $30 മില്യൺ അടുത്തോളം വരുന്നുണ്ട്. അപ്പം ആ ബാക്കി വരുന്നത് അപ്പം ആകെ 12 മില്യൺ നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ 12 മില്യൺ പക്ഷെ ഇപ്പം ഇവരുടെ മാനേജ്മെന്റിന്റെ ഇതൊക്കെ കഴിവനുസരിച്ച് അത് 30 മില്യൺ ആയിട്ടുണ്ട്. അപ്പം ഇവർ ബാക്കിയുള്ള 18 മില്യൺ തരികയല്ല ചെയ്യണത്. പകരം ബാക്കി വരുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് ഇവർ ഡെക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ഫണ്ട് ആദ്യം $100 12 മില്യൺ എടുത്തിരുന്നു. ആ 12 മില്യൺ ഇവർ എന്തൊക്കെയോ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് 30 മില്യൺ ആക്കി. 30 മില്യൺ ആക്കിയപ്പം ആ 12 മില്യൺ എടുത്ത് ബാക്കി കൊടുക്കുക എന്നുള്ളതല്ല അവർ ചിന്തിക്കുക. അതിന് പകരം ഇവർ ചെയ്യുന്നത് ബാക്കി വന്ന 18 മില്യൺ കൊണ്ട് റിക്കവറി, ഇത് വീണ്ടും മറ്റു നഷ്ടപ്പെട്ട പൈസ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ഡെക്സ് തുടങ്ങാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞങ്ങൾ അത് യൂസ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരോടും ചോദിച്ചിട്ടില്ല, ആരുടെയും പെർമിഷൻ വാങ്ങിയിട്ടില്ല. കുറച്ചെങ്കിലും ഫണ്ട് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ലാഭം. പക്ഷെ ഇവര് പറയണത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഡെക്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം ഈ റിക്കവറി ഫണ്ടിന് വേണ്ടിയിട്ടാണ്. ഒന്ന് നോക്കുമ്പം ഫണ്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ നോക്കാം. പക്ഷെ എത്ര പേര് ഡെക്സ് യൂസ് ചെയ്യുന്നറിയില്ല. ഇവർ ഓരോ ബിസിനസ് കൊണ്ടുവരികയാണ്. ഇവരിപ്പോഴും ഇവരുടെ ഗ്രോത്തിന് വേണ്ടി മാത്രമാണ് നോക്കുന്നത്. എത്രത്തോളം പേര് ട്രസ്റ്റഡ് ആയിട്ട് അതിനകത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും, എത്ര പേര് ആ ഡെക്സ് യൂസ് ചെയ്യുന്നു പോലും അറിഞ്ഞുകൂടാ. ബട്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട അപ്ഡേറ്റ് തന്നെ പറയാൻ പറ്റും. കാരണം കിട്ടുന്ന പൈസ നമുക്ക് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാളൊക്കെ അവർ കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഈ ഫണ്ട് ഓൾറെഡി അവർ എടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു സംഭവം പറയണത്. ഇതിന് വരുന്ന ഫീസൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് ബാക്കിയുള്ളത് കാണാന്നുള്ളത്. കാരണം ഇവിടെ ആഫ്റ്റർ അക്കൗണ്ടിങ് കൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടോ, നമ്മുടെ ബാലൻസ് അല്ലെങ്കിൽ കുറച്ച് ഫണ്ടൊക്കെ എടുത്തതിന് ശേഷം ആ ഫീസൊക്കെ കുറച്ചിട്ടെന്നൊക്കെ പറയണ്ട. അപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഉള്ള ഫണ്ട് അതേപോലെ തരണ്ടേ, അത് തരുന്നില്ല. അതൊന്ന്. അതിനുശേഷം ഇതൊരു ഭയങ്കരമായിട്ട് മോശം പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈവൻ ഇഫ് ദേ വാണ്ട് ടു ഡു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ട്രേഡിംഗ് എക്സ്ചേഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് ഇവർ ഡെക്സ് ഉണ്ടാക്കട്ടെ. അത് യൂസേഴ്സിന്റെ ഫണ്ട് കൊണ്ടല്ലോ. ഈ 18 മില്യൺ എക്സ്ട്രാ വന്നത് വീണ്ടും ആൾക്കാർക്ക് പിരിച്ചു കൊടുത്തുകൂടെ? അപ്പം അത്രത്തോളം കുറവ് നഷ്ടമല്ലേ ഇവരുള്ളൂ. അത് ചെയ്യുന്നില്ല. അതിന് പകരം ഇതൊരു മെത്തേഡായിട്ടാണ് അവർ കാണുന്നത്. ലോങ് ടേം മെത്തേഡ് എന്നുള്ള പരിപാടിയിലേക്കാണ് ഇവർ പോകുന്നത്. അതെന്തായാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ കുറെ ആൾക്കാർ ഇത് അനുകൂലിക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ എതിരായിട്ടായിരിക്കും പറയുന്നുണ്ടാവും. ബട്ട് എന്തായാലും ഇത്രയും വലിയൊരു എമൗണ്ട് ഇവർ ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഗൈസ്, നമുക്കിപ്പം ഫണ്ടിന്റെ കേസ് ഇപ്പം ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. മേ ബി ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ കുറച്ചെങ്കിലും ഫണ്ട് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള കുറച്ചെങ്കിലും ഫണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. എത്രത്തോളം വരും, എത്ര അക്കൗണ്ടിങ് ഇതെല്ലാം കഴിഞ്ഞ് എത്ര നമുക്ക് കിട്ടും, അത് എത്ര ശതമാനമായിട്ട് ഓരോ ടൈമിൽ കിട്ടും എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, മുൻപുണ്ടായിരുന്ന USDT വാല്യൂ പറയുന്നത് US ഡോളറിന്റെ വാല്യൂസ് അന്ന് 546 ആയിരുന്നു, ഇന്ന് 566 മില്യൺ ആയിട്ടുണ്ട്.
അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും USD നിങ്ങളുടെ ജൂലൈ 18 നിങ്ങളിൽ ഉണ്ടായിരുന്ന USD വാല്യൂവിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ടോക്കൺ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺ അതേ നമ്പറിൽ കിട്ടണമെന്നില്ല. കാരണം ടോക്കണിന്റെ പ്രൈസ് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പകുതി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഐ മീൻ അതിനനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ടോക്കണിന്റെ വാല്യൂ ഡംപ് ആവുകയായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോക്കൺ കുറച്ച് കൂടുതൽ കിട്ടാനും സാധ്യതകളുണ്ട്. ടോക്കണിലായിരിക്കും ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് ഇപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വിക്ക് അപ്ഡേറ്റ്, ഐ മീൻസ് ക്വിക്ക് അല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്. സോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ